നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല കുറച്ച് കൂർക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും നന്നാക്കാൻ പലർക്കും കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതെങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആ ചെറുതും വലുതും ഒക്കെ ആയിട്ട് കൂർക്ക ഞാനൊരു 1/2 കിലോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു കോട്ടൺ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബാഗുകളൊക്കെ ധാരാളം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതൊരെണ്ണം എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കൂർക്ക ഈ സഞ്ചിയുടെ അകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു വായ് ഭാഗം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇത് നമ്മൾ അടിച്ചെടുക്കാനാണ് പോകുന്നത്. അടിക്കുമ്പോൾ കൂർക്കയൊന്നും പുറത്തോട്ട് തെറിച്ച് പോകാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ഒന്ന് പിടിച്ച ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പതുക്കെ നമ്മളുടെ വീട്ടിൽ കാർപ്പറ്റോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള മാറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറമെ ഇതുപോലെ ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. തോലൊക്കെ തനിയെ അങ്ങ് വിട്ട് വന്നോളും. പണ്ട് നമ്മുടെ അമ്മമ്മമാരും ഒക്കെ ഇത് ചാക്കിൽ, നമ്മൾ അരിയൊക്കെ വാങ്ങിക്കുന്ന വലിയ ചാക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചൊക്കെ എടുക്കാറുണ്ട്. പലരും അതൊക്കെ കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള കോട്ടൺ സഞ്ചികളിൽ ഇതുപോലെ ഇട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് വലിയൊരു മുറത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ പണി പകുതി മുക്കാലും കുറഞ്ഞിട്ടുണ്ട്. കൂർക്കത നല്ല വൃത്തിയായിട്ട് വലുതും അതുപോലെ ചെറിയ ചെറിയ കൂർക്കകൾ വരെ നന്നായിട്ട് തോല് പോയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സൈഡിലൊക്കെ കാണുന്ന തോലൊക്കെ കളഞ്ഞ് നാരും കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതെല്ലാം ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കംപ്ലീറ്റ് കൂർക്കകളും നല്ല വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ക്ലീനിങ് ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വേവിക്കാനായിട്ടൊരു കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. കുക്കറിലാവുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കാൻ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരൊറ്റ വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം. ഒരേ ഒരു വിസിൽ മാത്രം ഒന്ന് വരട്ടെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടുന്ന ഉള്ളിയും ഇഞ്ചിയും മുളകും ഒക്കെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒപ്പം തന്നെ ഒരു 8-10 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടെടുത്താലും മതി. ഇതിനോടൊപ്പം തന്നെ ഒരു വലിയ പച്ചമുളകും കൂടി ഞാൻ ഒന്ന് ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കുവാണ്. അപ്പോൾ കൂർക്ക നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മതി. ഇനി നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1 ടീസ്പൂൺ നിറയെ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പൊടികളും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചില്ല. അതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വറ്റി വരാൻ വേണ്ട. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നല്ല നാടൻ കൂർക്ക മെഴുക്ക് പുരട്ടി എളുപ്പത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂട് ചോറിനൊപ്പം ഈ ഒരു മെഴുക്ക് പുരട്ടിയും എന്തെങ്കിലും ഒരു ചാറ് കറിയും ഉണ്ടെങ്കിൽ നല്ല അസലായിട്ട് ഊണ് കഴിക്കാം. പ്രത്യേകിച്ച് ഇപ്പം മണ്ഡലകാലമൊക്കെ അല്ലേ, ഓരോ
വീടുകളിലും വ്രതവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഷോപ്പിൽ പോകുമ്പോൾ കൂർക്ക കാണുവാണെങ്കിൽ നിങ്ങൾ വാങ്ങാൻ മടിക്കരുത് കേട്ടോ. ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്